മക്കളെ 110 രൂപയ്ക്ക് ബിരിയാണിയും ചില്ലി ചിക്കനും ബീഫൊക്കെ കിട്ടുന്ന പാലക്കാട് ഒരു കുഞ്ഞു ഹോട്ടൽ പരിചയപ്പെട്ടാലോ? 12 മണിക്ക് മാത്രം ഓപ്പൺ ആകുന്ന 5 മണി വരെയുള്ള ഒരു കുഞ്ഞു സ്പോട്ടാണ് ഇത്. ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് താത്തയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വരൂ. എത്ര മണിക്ക് എത്തത് തുറക്കുന്നത്? 12:30 ഞാൻ തുറക്കും. എത്ര മണി വരെ ഉണ്ടാവും? ഒരു 5 മണി. ഫുഡ് നമ്മളിപ്പോ എങ്ങനെ നേരത്തെ തീരുകയാണ് സാർ, അതിനനുസരിച്ച് ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാക്കുന്നത് അതോ? ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാണ്. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഉള്ളത്? നമ്മള് ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറ്, അയച്ചാറ്, ബീഫ്, ചില്ലി, പിന്നെ തൈര് ചട്ടിനി, അച്ചാർ. സൂപ്പർ. അതെ, ഈ താത്ത ഒറ്റയ്ക്ക് സ്വന്തം വരുമാന മാർഗം കണ്ടെത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത്. സ്വന്തമായി ഒരു വരുമാന മാർഗം വേണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുടുംബക്കാർ തന്നെ പറഞ്ഞത് നിന്റെ ഫുഡിന്റെ രുചിയെക്കുറിച്ച്. അങ്ങനെ എടുത്ത തീരുമാനമാണ് ഈ ബിരിയാണി സ്പോട്ട്. സ്വന്തം അധ്വാനം കൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്തായാലും ബിരിയാണി വന്നു. ബിരിയാണിയുടെ ഒപ്പം തന്നെ നല്ല റൈത്തയും കായച്ചാറും അച്ചാറും ഉണ്ടായിരുന്നു. ബിരിയാണിയിലോട്ട് നോക്കുകയാണെങ്കിൽ 3 മീഡിയം പീസ് ചിക്കൻ അടങ്ങിയ ഒരു നല്ലൊരു ബിരിയാണി. നല്ല നാടൻ റാവുത്തർ സ്റ്റൈൽ ബിരിയാണിയൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കടകളിൽ പോയി കഴിച്ചു നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, ഒരു പൊളപ്പൻ സാധനം, നല്ല പോലെ വെന്തൊടഞ്ഞ ബീഫ്. ഞാൻ ആദ്യം ട്രൈ ചെയ്തതും ബീഫിന്റെ ബിരിയാണിയാണ്. 5-6 കുഞ്ഞു പീസ് അടങ്ങിയ നല്ലൊരു ബിരിയാണി. നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്ന അതേ ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്കെന്തായാലും ഇഷ്ടമായി. ചിക്കൻ ബിരിയാണിയിലെ ചിക്കനൊക്കെ എടുത്തു പറയണം, പൂ പോലെ വെന്തൊടഞ്ഞിട്ടുണ്ട്. അതിൽ ആ ലെഗ് പീസ് കണ്ട നമ്മൾ പിന്നെ കടിക്കാതെ വിടുവോ? അതൊരു കടി കൊടുത്തു. സംഭവം എന്തായാലും പൊളപ്പൻ, എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവരുടെ രുചിയും ആ വേവും, അതെടുത്തു പറയണം. ആ ബീഫിൻ്റെ പീസൊക്കെ പൊടിഞ്ഞു പോവുമായിരുന്നു. അതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കി, മക്കളെ തകർപ്പൻ. അതേപോലെ തന്നെയാണ് അവരുടെ റൈസും. എല്ലാ അരികളും വിട്ട് വരുന്നുണ്ടായിരുന്നു. ആ ഒരു വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. നല്ല പൊളപ്പൻ ചില്ലി ചിക്കനും ബീഫും ബിരിയാണിയൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടേക്ക് വിട്ടോളും. ഇങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പാലക്കാട് പോകുമ്പോൾ ഒന്ന് കയറി നോക്കണേ. നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതേപോലെ ബിരിയാണി അന്വേഷിച്ച് നടക്കുന്ന നമ്മുടെ ചങ്കുകൾക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ. അപ്പൊ മക്കളെ, ലൊക്കേഷൻ മറക്കണ്ട, പാലക്കാട് പൂ മാർക്കറ്റിന് തൊട്ടുള്ള അൽ മുബ ബിരിയാണി സെന്റർ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.